സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. അധ്യായം 1. ജനസംഖ്യ. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം വർഷം 2-ാം മാസം 1-ാം ദിവസം സീനായ് മരുഭൂമിയിൽ സമാഗമ കൂടാരത്തിൽ വെച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചു. ഗോത്രവും കുടുംബവും തിരിച്ച് ഇസ്രായേൽ സമൂഹത്തിലെ സകല പുരുഷന്മാരുടെയും കണക്കെടുക്കുക. 20 അതിനുമേലും വയസ്സും യുദ്ധം ചെയ്യാൻ കഴിവുമുള്ള ഇസ്രായേലിലെ സകലരെയും ഗണം തിരിച്ചെണ്ണുക. നീയും അഹ്റോനും കൂടിയാണ് കണക്കെടുക്കേണ്ടത്. ഓരോ ഗോത്രത്തിലും നിന്ന് ഒരു തലവനെ കൂടെ കൊണ്ടുപോകണം. നിങ്ങളെ സഹായിക്കാൻ വരേണ്ടവർ ഇവരാണ്: റൂബനിൽ നിന്ന് ഷെദയൂറിൻ്റെ പുത്രൻ എലിസൂർ, സിമയോനിൽ നിന്ന് സുരിഷദായുടെ പുത്രൻ ഷെലൂമിയേൽ, യൂദായിൽ നിന്ന് അമീനാദാബിൻ്റെ പുത്രൻ നൗഷോൻ, ഇസാക്കറിൽ നിന്ന് സൂവാറിൻ്റെ പുത്രൻ നെത്താനേൽ, സെബുലൂണിൽ നിന്ന് ഹെലോനിൻ്റെ പുത്രൻ എലിയാബ്, ജോസഫിൻ്റെ പുത്രന്മാരായ എഫ്രായിം, മനാസെ എന്നിവരിൽ നിന്ന് യഥാക്രമം അമ്മിഹൂദിൻ്റെ പുത്രൻ എലിഷാമ, പെദഹ്സൂസറിൻ്റെ പുത്രൻ ഗമാലിയേൽ, ബെഞ്ചമിനിൽ നിന്ന് ഗിദയോനിൻ്റെ പുത്രൻ അബിദാൻ, ദാനിൽ നിന്ന് അമ്മിഷദ്ദായുടെ പുത്രൻ അഹിയേസർ, ആഷേറിൽ നിന്ന് ഒക്രാൻ്റെ പുത്രൻ പഗിയേൽ, ഗാദിൽ നിന്ന് റവുവേലിൻ്റെ പുത്രൻ എലിയാസാഫ്, നഫ്താലിയിൽ നിന്ന് ഏതാനിൻ്റെ പുത്രൻ അഹിറ. ഇവരാണ് ഇസ്രായേൽ വംശത്തിൻ്റെ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്രത്തലവന്മാർ. മോശയും അഹ്റോനും ഇവരെ സ്വീകരിച്ചു. 2-ാം മാസം 1-ാം ദിവസം അവർ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി. ഓരോരുത്തരുടെയും കുടുംബം, ഗോത്രം ഇവയനുസരിച്ച് 20-ഉം അതിൽ കൂടുതലും വയസ്സുള്ളവരെ ആളാം പ്രതി പട്ടികയിൽ ചേർത്തു. അങ്ങനെ കർത്താവ് കൽപ്പിച്ചതുപോലെ സീനായ് മരുഭൂമിയിൽ വെച്ച് മോശ ഇസ്രായേൽ ജനത്തിൻ്റെ കണക്കെടുത്തു. ഇസ്രായേലിൻ്റെ ആദ്യജാതനായ റൂബൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 46,500. ശിമെയോൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 59,300. ഗാദിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 45,650. യൂദായുടെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 74,600. ഇസാക്കറിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 54,400. സെബുലൂൺ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 57,400. ജോസഫിൻ്റെ മക്കളായ എഫ്രായിമിൻ്റെയും മനാസയുടെയും ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ യഥാക്രമം 40,500 32,200. ബെഞ്ചമിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 35,400. ദാനിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 60,700. ആഷേറിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 41,500. നഫ്താലി ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20-ഉം അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 53,400. ഇസ്രായേലിലെ ഗോത്ര പ്രതിനിധികളായ 12 നേതാക്കളും മോശയും അഹ്റോനും ചേർന്നെടുത്ത കണക്കിൽ പെട്ടവരാണിവർ. ഗോത്രമായി 20-ഉം അതിനുമേലും വയസ്സും പ്രായത്തിൽ ഇസ്രായേലിലെ യുദ്ധശേഷിയുമുള്ള പുരുഷന്മാർ ആകെ 6,03,550 ആയിരുന്നു. ലേവി ഗോത്രത്തെ ജനസംഖ്യയിൽപ്പെടുത്തിയില്ല. കാരണം കർത്താവ് മോശയോട് അരുളി ചെയ്തിരുന്നു: ലേവ്യരെ നീ എണ്ണരുത്, ഇസ്രായേലിയരുടെ ജനസംഖ്യയിൽ അവരുടെ എണ്ണം ചേർക്കുകയുമരുത്. എന്നാൽ സാക്ഷ്യകൂടാരവും അതിലെ അതുമായി ബന്ധപ്പെട്ട സകലതും ലേവ്യരുടെ മേൽനോട്ടത്തിലായിരിക്കണം. അവർ കൂടാരവും അതിലെ ഉപകരണങ്ങളും വഹിക്കുകയും അതിൽ ശുശ്രൂഷ ചെയ്യുകയും വേണം. കൂടാരത്തിന് ചുറ്റും അവർ താവളമടിക്കട്ടെ.
കൂടാരവുമായി പുറപ്പെടേണ്ടി വരുമ്പോൾ ലേവ്യർ അത് അഴിച്ചിറക്കുകയും കൂടാരം അടിക്കേണ്ടി വരുമ്പോൾ അവർ തന്നെ അത് സ്ഥാപിക്കുകയും വേണം. മറ്റാരെങ്കിലും അതിനെ സമീപിച്ചാൽ അവനെ വധിക്കണം. ഇസ്രായേൽ ജനം ഗണങ്ങളായി തിരിഞ്ഞ് ഓരോരുത്തരും താന്താങ്ങളുടെ പാളയത്തിലും സ്വന്തം കൊടിക്കീഴിലും താവളമടിക്കണം. ഇസ്രായേൽ സമൂഹത്തിൻ്റെ നേരെ ദൈവകോപം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷ്യകൂടാരത്തിന് ചുറ്റും പാളയമടിക്കണം. സാക്ഷ്യകൂടാരത്തിൻ്റെ ചുമതല അവർ വഹിക്കുകയും വേണം. ഇസ്രായേൽ ജനം അപ്രകാരം ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ പ്രവർത്തിച്ചു. ദൈവവചനമാണ് നാം കേട്ടത്.